പത്രവാർത്തകളുടെ വിശദാംശങ്ങളുമായി ലിജോയാണ് ചേരുന്നത്. ലിജോ, ഗുഡ് മോർണിംഗ്. എന്തെല്ലാമാണ് ഇന്ന് പ്രസ് സ്റ്റോപ്പിലുള്ള വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് ഹർഷൻ. വേനൽ ചൂടും അതിനുശേഷമുള്ള കരണ്ട് കെട്ടും അതുമായി ബന്ധപ്പെട്ട ഹെഡ്ലൈനുകളാണ് ഇന്ന് പ്രധാനമായും എല്ലാ പത്രങ്ങളിലും ഉള്ളത്. നമുക്ക് മലയാള മനോരമയിൽ തുടങ്ങിയാൽ ഇരുണ്ട കാലം എന്നാണ് മലയാള മനോരമ ഇന്ന് ഹെഡ്ലൈൻ കൊടുത്തിരിക്കുന്നത്. വില ഇരട്ടിയായതിനാൽ KSEB അധിക വൈദ്യുതി വാങ്ങില്ല. സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി രൂക്ഷമാകും. നേരത്തെ നടപടികൾ തുടങ്ങാൻ കഴിയാത്തത് പിഴവായി. പീക്ക് സമയത്ത് 15 മുതൽ 30 മിനിറ്റ് വരെ വൈദ്യുതി നിയന്ത്രണം എന്നുള്ള കാര്യം കൂടി ചേർത്തുകൊണ്ടാണ് മനോരമ വാർത്ത കൊടുത്തിരിക്കുന്നത്. കൂടംകുളത്ത് തകരാർ, കൂടംകുളം ആണവ നിലയത്തിലുള്ള തകരാർ കേരളത്തെ ബാധിക്കും. അവിടെ നിന്നുമുള്ള വൈദ്യുതി വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി ബാധിക്കും എന്നുള്ള കാര്യം കൂടി പറഞ്ഞുകൊണ്ടാണ് മനോരമയുടെ ഒന്നാമത്തെ പേജിൽ പ്രധാനപ്പെട്ട വാർത്ത. ഇരുട്ട് ചേർത്ത് തന്നെയാണ് മാതൃഭൂമിയുടെയും ഹെഡ്ലൈൻ. ഇരുട്ടിൽ തപ്പും എന്നാണ് മാതൃഭൂമി പറയുന്നത്. വൈദ്യുതി മുടക്കം തുടരും. പവർ എക്സ്ചേഞ്ച് വഴി വൈദ്യുതി ഉറപ്പാക്കാനായില്ല എന്നുള്ള കാര്യമാണ്. രാത്രിയിൽ 10 മണി മുതൽ 12 മണി വരെയുള്ള സമയത്താണ് ഈ കറണ്ട് കട്ട് ഉണ്ടാവുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ടാണ് മാതൃഭൂമിയുടെ വാർത്തയുള്ളത്. മംഗളത്തിൽ അത് ഇനി പ്രഖ്യാപിത നിയന്ത്രണം എന്നാണ് മംഗളം. ഈ പ്രഖ്യാപിത നിയന്ത്രണം അല്ലെങ്കിൽ ഔദ്യോഗിക നിയന്ത്രണം എന്ന തരത്തിലുള്ള ഹെഡ്ലൈനുകൾ മറ്റു പത്രങ്ങളിൽ നിന്നുമുണ്ട്. ഇനി പ്രഖ്യാപിത നിയന്ത്രണം എന്നാണ് മംഗളം ഇന്ന് ഹെഡ്ലൈൻ കൊടുത്തിരിക്കുന്നത്. വീക്ഷണം അതിനെ കുറെ കൂടി പൊളിറ്റിക്കലി ആ വാർത്തയെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പവർ കട്ടു എന്നാണ്. ഒടുവിൽ സ്ഥിരീകരണം. സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം പ്രഖ്യാപിച്ചു. പീക്ക് ലോഡ് മാനേജ്മെന്റ് എന്ന ഓമനപ്പേര് പവർ കട്ടില്ലെന്ന സർക്കാർ വാക്ക് പാഴായി. ചൂടിലിരുന്നും സഹിക്കണം എന്നടക്കമുള്ള കാര്യങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ടാണ് വീക്ഷണം ഒന്നാമത്തെ പേജിലെ വാർത്ത ഇന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മറ്റു വാർത്തകളിലേക്ക് വന്നാൽ മാധ്യമം ഇന്ന് മറ്റൊരു വാർത്തയിലാണ്. അത് ഒന്നാം പേജിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി അതിന് സ്പേസ് നൽകിയിരിക്കുന്നത്. ഇങ്ങനെയാണ്: +1 പ്രവേശനം പ്രതിസന്ധിയിലേക്ക്. 352 ബാച്ചുകളിൽ തീരുമാനമായില്ല എന്നാണ് മാധ്യമത്തിൻ്റെ ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്ത. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ നേരത്തെ സമർപ്പിച്ചെങ്കിലും മന്ത്രിസഭ പരിഗണിച്ചില്ല എന്ന കാര്യം കൂടി ചേർത്ത് വെച്ച് കാര്യങ്ങൾ പറയുന്നു. സീറ്റിലെങ്കിലും പുതിയ സ്ഥിരം ബാച്ചുകൾ വേണ്ടെന്ന് റിപ്പോർട്ട് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് മാധ്യമം ഇതിപ്പോൾ സ്കൂൾ തുറക്കാൻ പോകുന്നതോടുകൂടിയുള്ള കാര്യങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് മാധ്യമം ഒന്നാം പേജിൽ ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. സുപ്രഭാതത്തിലേക്ക് വന്നാൽ സ്കൂളുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്തയുണ്ട്. അത് സ്കൂൾ ഫിറ്റ്നസ്. പ്രധാന അധ്യാപകർ നെട്ടോട്ടത്തിൽ. 5 വകുപ്പുകളുടെ റിപ്പോർട്ട് വേണം. നടപടി കടുപ്പിച്ച് സർക്കാർ. സ്വാഭാവികമായും അടുത്ത മെയ് മാസം കൂടിയേ ഉള്ളൂ. ഇന്ന് 28-ാം തീയതി. ഇനി മെയ് മാസം കൂടി ഉള്ളതുകൊണ്ട് തന്നെ സ്കൂളിൻ്റെ ഫിറ്റ്നസ്, ബസ്സിൻ്റെ ഫിറ്റ്നസ് അടക്കമുള്ള കാര്യങ്ങൾ തീർക്കാനുള്ള സമയമാണ്. അതിൻ്റെ നെട്ടോട്ടത്തിലാണ് പ്രധാന അധ്യാപകരെല്ലാവരും എന്നാണ് സുപ്രഭാതം ഒന്നാം പേജിൽ ഇന്ന് പ്രധാനപ്പെട്ടൊരു വാർത്തയായി റിപ്പോർട്ട് ചെയ്യുന്നത്. കേരള കൗമുദിയിലേക്ക് വന്നാൽ അത് സർക്കാർ ആശുപത്രിയുമായി ബന്ധപ്പെട്ടാണ്. അമിത ജോലി ഓഫുമില്ല. ഡ്യൂട്ടി 24 മണിക്കൂർ വരെ. തളർന്ന് PG ഡോക്ടർമാർ എന്നാണ്. കഴിഞ്ഞ ദിവസം 2 PG ഡോക്ടർമാർ ഉറങ്ങുന്ന ഒരു ചിത്രത്തെക്കുറിച്ച് വലിയ തരത്തിലുള്ള വിമർശനം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് വന്നിരുന്നു. ആ വാർത്തയെ തുടർന്നുള്ള അന്വേഷണത്തിൽ നിന്നുള്ള വാർത്തയാണ് KS അരവിന്ദ് എന്ന ബൈലൈനോട് കൂടിയുള്ള വാർത്ത ഇന്ന്. തളർന്ന് PG ഡോക്ടർമാർ എന്നാണ് കേരള കൗമുദി ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. ജന്മഭൂമിയിലേക്ക് വന്നാൽ അതൊരു കരാറുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. ചരിത്രം കുറിച്ച് ന്യൂസിലാൻഡുമായും സ്വതന്ത്ര വ്യാപാര കരാർ. ഇന്ത്യയുടെ സ്വതന്ത്ര വ്യാപാര കരാറാണ്. പാലടക്കമുള്ളവയ്ക്ക് പൂർണ്ണ സംരക്ഷണം. തുകൽ, വസ്ത്രം, പ്ലാസ്റ്റിക് വ്യവസായങ്ങൾക്ക് വൻ അവസരം എന്നുള്ള കാര്യം കൂടി പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ന്യൂസിലാൻഡുമായി ചേർന്നുള്ള സ്വതന്ത്ര വ്യാപാര കരാർ ഇന്ത്യ ഒപ്പുവെച്ചതുമായി ബന്ധപ്പെട്ട വാർത്ത പ്രധാനപ്പെട്ട വാർത്തയായി ഇന്ന് ജന്മഭൂമി ഒന്നാമത്തെ പേജിൽ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ദേശാഭിമാനി ഇന്ന് ഒന്നാമത്തെ വാർത്ത, ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയെ ദേശാഭിമാനി ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്ന വാർത്ത ഈ വാർത്തയാണ്. അതിങ്ങനെയാണ്: ഇന്ത്യൻ വിപണി ന്യൂസിലാൻഡിന് അടിയറ വെച്ചു എന്നാണ് ദേശാഭിമാനിയുടെ ഒന്നാമത്തെ പ്രധാനപ്പെട്ട വാർത്ത. മീനും പാൽ ഉൽപ്പന്നങ്ങളും ഇറക്കുമതി ചെയ്യും. ക്ഷീര, മത്സ്യബന്ധന, കാർഷിക മേഖലകൾക്ക് തിരിച്ചടിയായി വ്യാപാര കരാർ. സമുദ്രോൽപ്പന്നങ്ങൾ രാജ്യത്തേക്ക് ഒഴുകും. ആപ്പിളിൻ്റെ തീരുവ ആദ്യമായി കുറച്ചു. ഇന്ത്യക്ക് തുറന്നു കിട്ടുക 45 ലക്ഷം പേർ മാത്രമുള്ള ഒരു വിപണി എന്നാണ്. അതായത് ഇവിടെ നിന്ന് കയറ്റുമതി ചെയ്യാൻ ഏതാണ്ട് 45 ലക്ഷം മാത്രമുള്ള ഒരു വിപണിയും ന്യൂസിലാൻഡിനെ സംബന്ധിച്ച് ഇത്രയും കോടിക്കണക്കിന് മനുഷ്യരുള്ള ഒരു സ്ഥലത്തേക്ക് ഇത്രയും സാധനങ്ങൾ ഇറക്കുമതി ചെയ്യാൻ കഴിയുന്നൊരു സാഹചര്യവും ഉണ്ടാകാൻ പോകുന്നു എന്നാണ് ദേശാഭിമാനി ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. അതിനുശേഷം കുറച്ച് അന്താരാഷ്ട്ര തലത്തിലുള്ള വാർത്തകൾ നമ്മൾ നോക്കുമ്പോൾ ആഭ്യന്തര കലാപം. ദീപികയാണ് ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. മാലി പ്രതിരോധ മന്ത്രി കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത ഒന്നാമത്തെ പേജിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. വിഘടനവാദികൾ കിഡാൽ നഗരത്തിൽ തോക്കുമായി റോന്തി ചുറ്റുന്ന ഒരു ചിത്രം കൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ് മാലി പ്രതിരോധ മന്ത്രി കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത ദീപിക റിപ്പോർട്ട് ചെയ്യുന്നത്.
US ഇറാൻ ഇസ്രായേൽ യുദ്ധവുമായി ബന്ധപ്പെട്ട വാർത്ത കൂടി ഇന്ന് പ്രധാനപ്പെട്ട വാർത്തയായി പല പത്രങ്ങളിലുമുണ്ട്. US മുന്നിൽ പുതിയ നിർദ്ദേശങ്ങൾ വെച്ച് ഇറാൻ. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ ഉപരോധം നീക്കിയ ശേഷം ആണവ ചർച്ചയാവാം. ഇറാനുമേൽ കാലങ്ങളായി ഉള്ള ഉപരോധം നീക്കിയതിന് ശേഷം മാത്രം ആണവ ചർച്ചയാവാം എന്നുള്ള നിലപാടിലേക്ക് ഇറാൻ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ആ വാർത്ത. അത് സുപ്രഭാതത്തിലും അതുമായി ബന്ധപ്പെട്ട വാർത്തയുണ്ട്. അത് ഇങ്ങനെയാണ്: ഇറാന്റെ പോരാട്ടം പരമാധികാരം കാക്കാനെന്ന് റഷ്യൻ പ്രസിഡന്റ് പറഞ്ഞ വാർത്തയാണ്. പുടിൻ പറഞ്ഞ വാർത്തയാണ്. സാധ്യമായതെല്ലാം ചെയ്യുമെന്നും റഷ്യൻ. ഇറാനും US തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിക്കാൻ മധ്യസ്ഥരാകാൻ റഷ്യ തയ്യാറാണെന്ന് പറയുന്നു. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗാച്ചിയുടെ റഷ്യൻ സന്ദർശനത്തിനിടെയാണ് റഷ്യൻ പ്രതിരോധ മന്ത്രിയുടെ പ്രസ്താവന. അതിനിടയിലാണ് ഇറാന്റെ പോരാട്ടം പരമാധികാരം കാക്കാനാണെന്നുള്ള കാര്യം റഷ്യൻ പ്രസിഡന്റ് പറഞ്ഞു എന്നുള്ള കാര്യം കൂടി ചേർത്ത് വെച്ചുകൊണ്ട് സുപ്രഭാതത്തിൽ ആ വാർത്ത ഇന്ന് ഒരു പ്രധാനപ്പെട്ട വാർത്തയായി റിപ്പോർട്ട് ചെയ്തത്. ചന്ദ്രികയിൽ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അത് സ്നേഹ വീടുകളിൽ പ്രകാശം പരന്നു എന്നുള്ളതാണ്. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്ക് മുസ്ലിം ലീഗ് നിർമ്മിച്ച് നൽകിയ 51 വീടുകളിൽ താമസം തുടങ്ങി. അത് ആ ചിത്രം ആണ്. അത് പല പത്രങ്ങളിലും ആ വാർത്ത നമുക്ക് കാണാൻ കഴിയും. അതിൽ ഇതര മതസ്ഥരായ മനുഷ്യർക്ക് ഒരുമിച്ച് താമസിക്കാൻ അവിടെ വീടുകൾ ഒരുക്കുന്നു. ആ വീടുകളിലേക്ക് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി തങ്ങളടക്കമുള്ള ആളുകൾ വരുന്ന ചിത്രങ്ങൾ പല പത്രങ്ങളിലും ഇന്ന് ഒന്നാമത്തെ ചിത്രമായി പല പത്രങ്ങളിലും ആ വാർത്തയുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമാണ്. 2 എഡിറ്റോറിയൽ കൂടി വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. അത് മാതൃഭൂമിയുടെ എഡിറ്റോറിയലാണ്. സ്വാഭാവികമായും കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് കറണ്ട് കെട്ടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. KSEBയുടെ ജാഗ്രതക്കുറവ് എന്നാണ് മാതൃഭൂമി എന്ന് എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നത്. റെഗുലേറ്ററി കമ്മീഷൻ പുറപ്പെടുവിച്ച ഉത്തരവിൽ KSEBയുടെ വീഴ്ചകളെപ്പറ്റി ഗുരുതരമായ നിരീക്ഷണങ്ങളാണ് ഉള്ളത് എന്നുള്ളതാണ്. വേനലിൽ വൈദ്യുതിയുടെ ആവശ്യവും ഉപയോഗവും ക്രമാതീതമായി വർദ്ധിച്ചതോടെ പകച്ചു നിൽക്കുകയാണ് സംസ്ഥാന അതായത് KSEB. ഈയിടെ വൈദ്യുതിയുടെ ആവശ്യകത ഉയർന്നത്. രാത്രിയിൽ വ്യത്യസ്ത സമയങ്ങളിലായി 15 മിനിറ്റ് വരെ വൈദ്യുതി നിയന്ത്രണം. ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതിന് മുൻപ് മുൻകൂട്ടി കാര്യങ്ങൾ കാണാൻ കഴിഞ്ഞില്ല. ഇപ്പോഴത്തെ പ്രതിസന്ധി പരിഹരിക്കാൻ ഉപഭോക്താക്കൾ KSEBയോട് സഹകരിക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യം കൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ് മാതൃഭൂമി ആ വാർത്ത എഡിറ്റോറിയലായി എഴുതുന്നത്. ദീപികയിലും സമാനമായ എഡിറ്റോറിയൽ നമുക്കിന്ന് കാണാൻ കഴിയും. ദീപികയിലെ എഡിറ്റോറിയലിൽ പറയുന്നത് ഒരു സ്വിച്ച് കൂടി നമുക്ക് ഓഫാക്കിക്കൂടെ എന്നുള്ളതാണ് പറയുന്നത്. പ്ലീസ് ഒരു സ്വിച്ച് കൂടി ഓഫാക്കി എന്ന് ദീപിക ചോദിക്കുന്നതാണ് ഇന്നത്തെ എഡിറ്റോറിയൽ. മാർച്ച് ആദ്യം പാചകവാത ക്ഷാമം ഉണ്ടായിരിക്കുന്നുവെന്ന വാർത്ത വരുവോളം യുദ്ധം നമുക്ക് ഒരു ഓൺലൈൻ ഗെയിമായിരുന്നു. പെട്ടെന്ന് ചിരിമങ്ങി. പുതിയ സിലിണ്ടർ പറഞ്ഞ സമയത്ത് കിട്ടിയില്ല. ആരും പറയാതെ തന്നെ പാചകവാതകം കരുതലോടെ ഉപയോഗിക്കാൻ നാം തയ്യാറായി. ഇതാ ഏപ്രിലിൽ പുതിയൊരു വാർത്ത: വൈദ്യുതി ക്ഷാമം രൂക്ഷം. പക്ഷേ യുദ്ധമില്ലല്ലോ. ആവശ്യമില്ലാത്ത ലൈറ്റുകളും തെളിയിച്ചിട്ടുകൊണ്ട് ലോഡ് ഷെഡിങ്ങിനെ പഴിക്കുന്ന മറ്റൊരു ഗെയിമിലാണ് നാം ഇപ്പോൾ. 10 മിനിറ്റ് വൈദ്യുതി മുടങ്ങുമ്പോൾ വിയർത്തൊലിക്കുന്ന നാം തിരുത്തലുകൾക്ക് തയ്യാറാകേണ്ടിയിരിക്കുന്നു. ആ ലൈറ്റ് ഒന്ന് കെടുത്തിയിട്ട് ഈ വൈദ്യുതി ക്ഷാമത്തെക്കുറിച്ച് ചിലത് പറയാം എന്നാണ് ദീപിക ഇവരുടെ ഹെഡ്ലൈൻ ഇന്ന് എഴുതിയിരിക്കുന്നത്. അത് രണ്ട് വ്യത്യസ്ത കാര്യമായി അല്ലെങ്കിൽ 2 വ്യത്യസ്ത ആംഗിളിലാണ് ആ എഡിറ്റോറിയൽ ഉള്ളത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. അങ്ങനെ നിരവധി വാർത്തകൾ ഇന്ന് പത്രങ്ങളിലുണ്ട്. ഇനി തിരിച്ച് നമുക്കും ഒരുപാട് വാർത്തകളുണ്ട്. തിരികെ ഹർഷനിലേക്ക്.